ഇന്ന് നമ്മൾക്ക് നല്ല വെറൈറ്റി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും നമ്മൾ രസക്കറി ഉണ്ടാലോ. അതും സാധാ രസക്കറിയല്ല, ഇത് നാരങ്ങ രസക്കറിയാണ്. എല്ലാവർക്കും രസക്കറി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് തുമരപ്പരിപ്പ്, നമ്മുടെ സാമ്പാറിൻ്റെയൊക്കെ തുമരയില്ലേ ആ സെയിം തുമര അത് നമ്മൾ കുറച്ചെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക്, നമ്മൾ വേറെ സ്പൈസസ് ആഡ് ചെയ്യും കേട്ടോ, അതുകൊണ്ട് ഓവറായിട്ട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യേണ്ട. നമ്മൾ അതിലേക്ക് പിന്നെ തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഇത് കുക്ക് ചെയ്യാനുള്ള അത്രയും വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സ്പൈസസ് കൂടി നമ്മളിത് ഈ ഒരു കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് കുക്ക് ചെയ്യണം. ഇത് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ കിട്ടണം. അപ്പം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ആ ഒരു ടൈമിലേക്ക്, ഇത് കുക്കായിട്ട് വരുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് രസക്കറിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ജീരകം എടുക്കുന്നു. ആ ജീരകവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. തൊലി കളഞ്ഞോ തൊലി കളയാതെയോ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിന് ശേഷം നമ്മുടെ നേരത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു പരിപ്പൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമുക്ക് എത്ര രസക്കറിയാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, ആ കൂട്ടും നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് കുക്കാവുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, തിളച്ചൊക്കെ വരണ്ടേ, ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഒരു കൂട്ടുകൂടെ തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ചീനിച്ചട്ടി വെക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി, വറ്റൽമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു കറിയിലേക്ക് നന്നായിട്ട് മല്ലിയില ആഡ് ചെയ്ത് തന്നെ കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. എല്ലാവർക്കും ഒന്നും മല്ലിയില ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലയായിട്ടുള്ള മുളക് പൊടി, അതുപോലെ തന്നെ കായപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക്, കായത്തിൻ്റെ സ്മെല്ല് രസത്തിന് നല്ലൊരു ഹൈലൈറ്റ് ആണല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ ആ ഒരു കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കറിയുടെ നന്നായിട്ട് കറി തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ആ ഒരു കൂട്ടിലേക്ക് ആഡ് ചെയ്ത് ഇതും കൂടി ഒന്ന് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നീരിൻ്റെ അതൊരു പുളിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 നാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുത്തു. അതുകൂടാതെ ഞാൻ വേറൊരു നാരങ്ങയുടെ പകുതി കട്ട് ചെയ്തിട്ട് ചെറിയ സ്ലൈസസ് ആക്കി അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ചൂടാക്കുകയൊന്നും ചെയ്യരുത്. അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. നമുക്കിനി നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.